ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് വാദി ബിൻ ഹഷ്ബലിലാണ്. അവിടെയുള്ള കൃഷിത്തോട്ടം കാണാനാണ്. ഞങ്ങൾ വാദിയിലെത്താറായി. മെയിൻ റോഡിൽ നിന്ന് കുറച്ചകത്തോട്ട് പോകണം കൃഷിത്തോട്ടത്തിലേക്ക്. ഒരുപാട് കൃഷിത്തോട്ടങ്ങളുള്ള സ്ഥലമാണ് വാദി ബിൻ ഹഷ്ബൽ. കൂടുതലായും ബംഗ്ലാദേശുകാരാണ് അവിടെ കൃഷി ചെയ്യുന്നത്. ഇത് ഇവിടത്തെ പഴയകാലത്തെ വീടുകളായിരുന്നു. മണ്ണും കല്ലും ഉപയോഗിച്ചായിരുന്നു അവർ വീടുകൾ നിർമ്മിച്ചിരുന്നത്. ഞങ്ങളിപ്പോൾ കൃഷിത്തോട്ടത്തിലെത്തി. ഈ തോട്ടത്തിൽ കൂടുതലായും കൃഷി ചെയ്യുന്നത് അത്തിപ്പഴമാണ്. ഈ കാണുന്ന അത്തി പുറമേ വയലറ്റ് കളറും അകത്ത് റെഡ് കളറുമാണ്. കഴിക്കാൻ നല്ല മധുരമാണ്. ഈ കാണുന്നത് മൽബറി മരമാണ്. ഇത് അത്തിയുടെ വലിയൊരു മരമാണ്. ഈ മരങ്ങൾ നിറയെ കായ്കളാണ്. ഞങ്ങൾ അവിടെ നിന്ന് അത്തികൾ കുറേ കഴിക്കുകയും കുറേ വീട്ടിലോട്ട് കൊണ്ടുവരികയും ചെയ്തു. ഇത് മൽബറി മരമാണ് ഗായ്സ്. ഇത് ഈത്തപ്പനയാണ് ഗായ്സ്. ഞാൻ ഒരു ഈത്തപ്പഴം പറിക്കാൻ കയറിയപ്പം എനിക്ക് പറ്റിയില്ല ഗായ്സ്. ഇത് പിഴിഞ്ഞുകുടിക്കണ നാരങ്ങയാണ് ഗായ്സ്. ഗായ്സ് കണ്ടോ പഴുത്ത അത്തിയുടെ കളർ? ഗായ്സ് ഇത് ഓറഞ്ചാണ് ഗായ്സ്. ഇതിലെല്ലാം പച്ചയായിരുന്നു. നമുക്കൊന്നും കിട്ടിയില്ല, പഴുത്തതൊന്നും ഇല്ലായിരുന്നു ഗായ്സ്. ഇത് ഇവിടത്തെ വലിയ നാരങ്ങയാണ് ഗായ്സ്. ഇത് ആപ്പിളായിരുന്നു ഗായ്സ്. ഇത് ഗ്രീൻ ആപ്പിളായിരുന്നു ഗായ്സ്. ഗ്രീൻ ആപ്പിളിൻ്റെ വേറെ മരമുണ്ട്. ഗായ്സ് ഇത് പാലക്കാണ് ഗായ്സ്. ഇത് മല്ലി ഇലയാണ് ഗായ്സ്. ഇത് ജർജിയിലാണ് ഗായ്സ്. ഇത് ഗ്രീൻ അത്തിയാണ് ഗായ്സ്. ഇത് റുമാൻ്റെ വലിയ മരമാണ് ഗായ്സ്. ഇതിൽ കായും പൂവും ഉണ്ട് ഗായ്സ്. ഗായ്സ് നമ്മൾ പോയ സമയത്ത് അത്തിയും നാരങ്ങയും ഓറഞ്ചും ആണ് ഉണ്ടായിരുന്നത് ഗായ്സ്. ഇത് ആപ്രിക്കോട്ടായിരുന്നു ഗായ്സ്. ഒരു ആപ്രിക്കോട്ടിൻ്റെ കാവിടെ ഇരിക്കുന്നുണ്ട് ഗായ്സ്. ഇത് പച്ച മുന്തിരിയാണ് ഗായ്സ്. ഇതെനിക്ക് നല്ല ഇഷ്ടമാണ് ഗായ്സ്, പച്ച മുന്തിരി. ഇത് നാടൻ കോഴികളാണ് ഗായ്സ്.
ഇതിൽ പൂവൻ കോഴിയുണ്ട്, അമ്മക്കോഴിയുണ്ട്, നാടൻ കോഴിയുണ്ട്, കുഞ്ഞു കോഴിയുണ്ട്. ഗൈസ് കണ്ടോ ആട്ടുംകൂട്ടങ്ങളെ. എനിക്ക് ആടുകളെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോയപ്പോഴേക്കും അത് പേടിച്ചോടിപ്പോയി ഗൈസ്. എൻ്റെ ഇത്തച്ചിക്ക് ആടിന് ഭയങ്കര പേടിയാണ് ഗൈസ്. അതുകൊണ്ട് അടുത്തൊന്നും വന്നില്ല എൻ്റെ. എനിക്ക് ഈ സ്ഥലം നല്ല ഇഷ്ടപ്പെട്ടു. ഒരുപാട് സമയം അവിടെ ഓടിക്കളിച്ചു. എൻ്റെ ഇത്തച്ചിക്ക് അത്തിപ്പഴം നല്ല ഇഷ്ടപ്പെട്ടു. എന്നാൽ എനിക്ക് ഗ്രീൻ ആപ്പിളാണ് ഇഷ്ടപ്പെട്ട. ഈത്തപ്പഴത്തിൻ്റെ സീസൺ ആയിട്ടില്ല. 1 മാസം കൂടെ കഴിഞ്ഞാൽ ഈത്തപ്പഴം പഴുത്ത് തുടങ്ങും. ചെറിയ അത്തിമരമാണ്, പക്ഷെ നിറച്ച് കായ്കളാണുള്ള. അതിൽ കുറേ കിളികൾ കഴിച്ചു. ഞാൻ കാണിച്ച ഫ്രൂട്ടിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് കമൻറ്റ് ചെയ്യണേ. മറ്റ് ഫ്രൂട്ടിൻ്റെ സീസണെല്ലാം കഴിഞ്ഞു. ഇവിടെ ഞങ്ങൾക്കറിയാത്ത കുറേ ചെടികളുണ്ട്. പിയറിൻ്റെ 3 മരങ്ങൾ ഇവിടെ ഉണ്ട്. പിയറും ആപ്പിളും നമ്മളെ നാട്ടിൽ കായ്ക്കില്ല. ഇവിടെ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ടാണ് കായ്ക്കുന്നത്. കണ്ടോ ഇത് പിയറാണ് എൻ്റെ ഇത്തച്ചി ഒരു പിയർ പറിച്ചു. എന്നാൽ അത് പച്ചയായിരുന്നു. അത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. എനിക്കൊരു മൽബറി കിട്ടി. എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ഇതാണ് മൽബറി ചെടി. ഞാൻ പിന്നെയും ആടിൻ്റെ കളിക്കാൻ പോയി. എനിക്ക് ആടിനെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വാപ്പാരെ ഒരു ആടിനെ വാങ്ങിത്തരുമെന്ന് ചോദിച്ചു. നിങ്ങൾക്കാർക്കെങ്കിൽ ആടിനെ ഇഷ്ടമുണ്ടോ? ഇഷ്ടമുള്ളവർ കമൻറ്റിൽ പറയുക. ഞങ്ങൾക്ക് പോകാൻ സമയമായതുകൊണ്ട് ആടിനോടും ഫാമിനോടും യാത്ര പറഞ്ഞ് തിരികെ വന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.